സ്നേഹം എന്തൊരു സ്നേഹം പാപികളാം നരരിൽ. എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം പാപികളാം നരരിൽ. നൊന്തു നൊന്തു ചങ്കുടഞ്ഞു കാണൻ വെടിയുകയാ. നൊന്തു നൊന്തു ചങ്കുടഞ്ഞു കാണൻ വെടിയുകയാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 8-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം? നിസ്സാരനായ മനുഷ്യനെയും ദൈവത്തിൻ്റെ കൈപ്പണിയായ ആകാശവിധാനവും ചന്ദ്രനും നക്ഷത്രങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന അനുഭവമാണ് സങ്കീർത്തനക്കാരനുണ്ടാകുന്നത്. അവൻ ചോദിക്കുന്ന ചോദ്യം, മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്തുള്ളൂ എന്നാണ്. ഇത്രമാത്രം സങ്കീർണതയും പ്രാധാന്യമുള്ള ഈ പ്രകാശമാനമായ സൃഷ്ടിയുടെ മധ്യത്തിൽ മനുഷ്യപുത്രനെ സന്ദർശിക്കുവാൻ ദൈവം മനസ്സ് കാണിച്ചത് അവന് മനുഷ്യനോടുള്ള കരുണയാണ്. മനുഷ്യനെ ഓർക്കുവാനും കരുതുവാനും ദൈവം മനസ്സ് കാണിച്ചു. ആകാശത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യകുലത്തെ കരുതുവാൻ പ്രസാദിച്ചു എന്നത് എത്രയോ മഹത്തരമായ കാര്യമാണ്. മർത്യൻ എന്നത് മനുഷ്യൻ്റെ നിസ്സാരത കാണിക്കുന്നു. ദൈവം മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതും അവനെ നിത്യം സന്ദർശിക്കുന്നു എന്നതും സങ്കീർത്തനക്കാരനെ അത്ഭുതപ്പെടുത്തുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മെക്കുറിച്ച് ഓർമ്മയുള്ള ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവാണെന്നുള്ള ബോധ്യതയിൽ അവനിൽ പൂർണ്ണമായി ശരണപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യൻ്റെ നിസ്സാരത തിരിച്ചറിഞ്ഞ് സൃഷ്ടിതാവിൽ അഭയം കണ്ടെത്തുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.